ഇന്നേ സാധാരണ ചോറും കറിയൊക്കെ മാറ്റിയിട്ട് ഒരു എഗ് പുലാവ് ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. പെട്ടെന്നാവുകയും ചെയ്യും, നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ എടുത്തിട്ട് പോകാനും ഈസിയാണ്. പിന്നെ മുട്ട എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ മുട്ട കോഴിയെ വളർത്തുന്നവരുണ്ടാവും, താറാവിനെ വളർത്തുന്നവരുണ്ടാവും. ഈ താറാവിനെ വളർത്തുന്നവരെന്ന് കേട്ടപ്പോഴാണ് നമ്മൾ പണ്ട് പഠിച്ചൊരു കഥയുണ്ട്, പൊന്മുട്ട ഇടുന്ന താറാവ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു കർഷകനും ഭാര്യയ്ക്കും ഒരു താറാവുണ്ടായിരുന്നു. ആ താറാവ് എന്നും ഇവർക്ക് ഓരോരോ പൊന്മുട്ട കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ ദാരിദ്ര്യം ഇങ്ങനെ മാറാൻ തുടങ്ങി. പെട്ടെന്ന് അവർക്കൊരു തോന്നൽ, അതിൻ്റെ വയറ് കീറി മുറിച്ച് കഴിഞ്ഞാൽ പൊന്മുട്ടകളൊക്കെ ഒരുമിച്ച് കിട്ടുമല്ലോ. അങ്ങനെ അവർ ആ താറാവിൻ്റെ വയറ് കീറി. പക്ഷെ അവർക്ക് ഒരു മുട്ടയും കിട്ടിയില്ല. താറാവ് ചാവുകയും ചെയ്തു. അത്യാഗ്രഹം നമ്മളെ ആപത്തിലേക്ക് നയിക്കുന്നുള്ളൊരു ഗുണപാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ പല സംഭവങ്ങളായിട്ടും നമ്മൾക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് പുലാവ് ഉണ്ടാക്കാം. ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക, അതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില, തൈര് കുറച്ച് അധികം ചേർക്കണം. പുതിനയിലയും മല്ലിയിലയും കുറച്ച് ചേർത്താൽ മതി. നന്നായി വഴന്ന സവാളയിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ്, ഒന്ന് ഗോൾഡൻ കളറാക്കിയിട്ട് ഗാർണിഷ് ചെയ്യാനാണ്. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല. മല്ലിപ്പൊടിയും കുറച്ച് മതി. ഗരം മസാല ഒരു വലിയ സ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഗ്രേവി ടൈപ്പ് ആക്കിയെടുക്കാം. അതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ട കൂട്ടിയെടുക്കണം. അത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഗീ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഗ്രേവിയുടെ മുകളിൽ ചേർത്തിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്ത് എടുക്കുന്ന പോലെ ദം ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡിയായി കിട്ടും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാള ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് അതും മല്ലിയിലയും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. കൂടെ നമ്മൾക്കൊരു ബോയിൽഡ് എഗ് വയ്ക്കാം. അതുപോലെ റീത്തിയുടെയും പിക്കിളിൻ്റെ കൂടെ ഒക്കെ നല്ല കോംബോ ആണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.